യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വക്കീല്, ഞാൻ പറഞ്ഞതിന്റെ അകത്ത് കയറി ചെയ്യണ്ട. ഞാനത് പറയത്തുമില്ല. ഓക്കെ മാഡം, ഞാനത് ചോദിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മേഡം ഓർക്കണം. ദീപു അല്ല, താക്കോൽ, ആ ചെറുപ്പക്കാരൻ തീർത്തും നിരപരാധിയാണ്. മാത്രമല്ല, മാഡത്തെ ഒരത്യാപത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതും അവനാ. പരമസ്വാർത്ഥനും ദുഷ്ടനുമായ ഒരുത്തനെ പുറത്തിറക്കിയിട്ട് ഒരു പാവം ചെറുപ്പക്കാരനെ പകരം അതിന് ബലിയാടാക്കുന്നതിൽ മാഡത്തിന്റെ ധാർമ്മികത. താക്കോലിനെ മാത്രമല്ല, ദർശനയും ചിലപ്പോ എൻഫോഴ്സ്മെന്റുകാർ ചോദ്യം ചെയ്തെന്ന് വരും. പവിത്രന്റെ കാറിൽ അവരത് കൊണ്ടുവയ്ക്കുന്നതിന്റെ CCTV ഫുട്ടേജ് എൻഫോഴ്സ്മെന്റുകാരുടെ കയ്യിലുണ്ട്. അല്ല, പകരം ആളെ കൊടുക്കുമ്പോ അതും ആധികാരികമായ തെളിവുൾപ്പെടെ സ്വാഭാവികമായും പവിത്രൻ സാറിനെ നമുക്ക് ജാമ്യത്തിലെടുക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം അവിടെയും തീരുന്നില്ല. ഈ കടത്ത് സ്വർണത്തിന്റെ സോഴ്സ് ദർശനയും താക്കോലും ഹാജരാക്കേണ്ടി വരും. അവരല്ലെങ്കിൽ ചിലപ്പോ പവിത്രനെ തൽക്കാലം പുറത്തിറക്കാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പോരെ. പിന്നെ ദർശനയ്ക്കും താക്കോലിനും എവിടുന്ന് സ്വർണം കിട്ടിയെന്നുള്ളതിന്റെ കാര്യം. വീണേ, എന്താ അപ്പച്ചി? വക്കീലെ, ഗിരിജ എന്റെ മുറിയിൽ എന്റെ ലോക്കറിൽ ആ കടത്തു സ്വർണം കൊണ്ടുവച്ചതിൽ ഞാനും ദൃക്സാക്ഷിയാണ്. അതുപോരെങ്കിൽ ദൈവളും എന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ മകളാ വീണ. വീണേ, നീ കണ്ടതും വീഡിയോയിൽ പകർത്തിയതും എന്താണെന്ന് വക്കീലിനോട് പറ. അത് ഞാൻ ഇപ്പൊ പറഞ്ഞ പിന്നെ കോടതിയിൽ വന്ന് പറയേണ്ടി വരുമോ? അതൊക്കെ ചിലപ്പോ വേണ്ടി വരും. പവിത്രനങ്ങള് അപ്പച്ചിയോട് പിണങ്ങി കുറച്ചു ദിവസം ഇങ്ങോട്ട് വരാറില്ലായിരുന്നു. പെട്ടെന്നൊരു ഫോൺ വന്ന ഗിരിജാന്റെയും ശ്രേയയും കൂടി പുറത്തോട്ട് പോകുന്നത് കണ്ടപ്പോ എനിക്കെന്തോ സംശയമായി. ഞാൻ പിന്നാലെ ചെന്നു. ഞാൻ ശരിക്കും ഇതാരെ കാണിക്കാന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്തതല്ല. പവ്യങ്ങള് രഹസ്യമായി അവര് ഗേറ്റിന് പുറത്ത് വെച്ച് കാണേണ്ട കാര്യം എന്താന്ന് ഒരു പിടിയും കിട്ടിയില്ല. അതുകൊണ്ട് ഷൂട്ട് ചെയ്തതാ. അതൊന്നും പ്രശ്നമല്ല. ഈ വീഡിയോ ക്ലിപ്പ് എനിക്കൊന്ന് സെൻഡ് ചെയ്തേക്കണേ. സെൻഡ് ചെയ്യാം. ഇനി വീണ പൊയ്ക്കോ. പൊയ്ക്കോ. നിനക്കെന്തെങ്കിലും കുഴപ്പം വന്നാലേ അപ്പച്ചി കൈകാര്യം ചെയ്തോളാം. ഇത്രയധികം ദ്രോഹം ചെയ്ത പവിത്രൻ സാറിനോട് പോലും ക്ഷമിച്ച മാഡത്തിന് ഇതൊക്കെ നിസ്സാരമല്ലേ? കുട്ടി ധൈര്യമായിട്ട് വെക്കോളൂ. മാഡം പറഞ്ഞത് ശരിയാ. നല്ല സോളിഡ് പ്രൂഫ് തന്നെയായത്. പക്ഷേ മാഡം ഇപ്പൊ ജാമ്യത്തിലിറക്കുന്ന പവിത്രൻ സാറ് വീണ്ടും അകത്താവും. സാറ് തന്നെ സ്വർണത്തിന്റെ സോഴ്സ് തെളിയിക്കേണ്ടി വരും. അത് അപ്പോഴത്തെ കാര്യമല്ലേ. അതിനുള്ള വഴി ആ സമയത്ത് ദൈവം കാണിച്ചു തന്നോളൂ. വക്കീല്, ഞാൻ പറഞ്ഞതുപോലെ ഒരു മൂവ് നടത്തി നോക്ക്. അത് ശരിയാവുന്ന എന്റെ മനസ്സ് പറയുന്നത്. ശരി മാഡം, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ മാഡം.
രൂപേട്ട ദർശന എറിയല്ലേ? എറിയല്ലേ? നീ വിളിച്ചു. ദർശനെ വാ. ഞാൻ വരുന്നില്ല. അമ്മേ, ഞാൻ രാവിലെ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുമായിരുന്നു. ഓട്ടത്തിനിടയില് വിളിക്കാൻ പറ്റിയില്ല. കൂടെ അമ്മയുടെ ഒരു കൊച്ചു കുഞ്ഞുണ്ടല്ലോ. എന്നിട്ട് ആ കൊച്ചു കുഞ്ഞ് എവിടെ? അതിന്റെ കൂടെ ഒരു വലിയ കുഞ്ഞുണ്ടല്ലോ, അവളെവിടെ? അവളിവിടെ തന്നെ ഉണ്ട്. ഞങ്ങളെ ഇവിടെ ഒരു സ്ഥലം കാണാൻ വന്നതാ. ഇവിടേക്ക് വന്നപ്പോ പാറക്കല്ലുകൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു കാട്ടരുവി കണ്ടു. ദർശനെ, എന്ത് രസം ഇവിടെയൊക്കെ കാണാൻ. അമ്മ ഇന്ന് വീഡിയോ കോളിൽ വന്നേ. അരുവിയിലെ കൊച്ചു കുഞ്ഞും വലിയ കുഞ്ഞും കൂടി കുളിച്ച് രസിച്ച് നിൽക്കുക. സൂക്ഷിക്കണം കേട്ടോ. വെള്ളമെന്ന് പറഞ്ഞാലേ എന്റെ മോന് ഭയങ്കര പേടിയാ. ഇറങ്ങി വന്നില്ലെങ്കിൽ പുറത്ത് വെള്ളം ഒഴിക്കും. പാറയൊക്കെ ഉണ്ടെങ്കിൽ വഴുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നോക്കിക്കോളാം അമ്മേ. അല്ലമ്മേ, ആ കേസിന്റെ കാര്യം എന്തായി? കൊള്ളാലോടോ വില്യംസേ. അന്ന് അമ്മയെ രക്ഷിക്കാൻ പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധി. ശരിക്കും ഞാൻ അന്ന് ചെയ്തത് തെറ്റാ. ഒരിക്കലും പവിത്രൻ സാറിന്റെ കാറില് കൊണ്ടുവെക്കരുതായിരുന്നു. അമ്മയെ കൊടുക്കാൻ നോക്കിയതിന്റെ ദേഷ്യത്തിൽ ഞാൻ ചെയ്തു പോയതാ. അത് മണ്ടത്തരമായിപ്പോയി. പവിത്രൻ പുറത്തിറങ്ങും. താക്കോലിനെ മാത്രമല്ല, മോളെയും ചിലപ്പോ എൻഫോഴ്സ്മെന്റുകാര് ചോദ്യം ചെയ്തേക്കും. അതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിട്ട അമ്മ ഒരു ഇൻഫോമറാക്കി താക്കോലിനെ കൊണ്ട് വിളിപ്പിച്ച് അത് രേഖയാക്കിയിട്ടുള്ളത്. കടത്ത് സ്വർണം മറ്റൊരാളെ കൊടുക്കാനായിട്ടാണെങ്കിലും കാറിൽ കൊണ്ട് വെച്ചിട്ട് ഇൻഫോമർ തന്നെ ഇന്ന നമ്പർ കാറിലുണ്ടെന്ന് വിളിച്ചു പറയുമോ? അതും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട്. അത് എൻഫോഴ്സ്മെന്റുകാരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് ഈസി ആയിട്ട് പറ്റും. പിന്നെ ഞാനിതൊക്കെ ചെയ്തത് പോലീസിനെ അറിയിച്ചിട്ട് തന്നെയാ. ഞാൻ വേണമെങ്കിൽ യാത്ര മതിയാക്കി നേരെ പോയി എൻഫോഴ്സ്മെന്റുകാർക്ക് സറണ്ടർ ആവാം. ഏയ്, അതൊന്നും വേണ്ട. ഞാൻ ഏതായാലും താക്കോലിനെ ഒന്ന് കാണട്ടെ. അല്ല, നമ്മുടെ കൊച്ചൂട്ടനെവിടെ? ഞാനിപ്പോ ഫോൺ കൊടുക്കാം. ഒരു മിനിറ്റ്. രൂപേഷേട്ടാ, രൂപേഷേട്ടാ, അമ്മ വിളിക്കുന്നു. ഞാൻ ഇപ്പൊ വരാവേ. അല്ലമ്മേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഗിരിജ മാഡം ഞങ്ങളെ കാണാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയായിരിക്കും. അവളുടെ കാര്യമൊന്നും പറയണ്ട. ഗിരിജയുടെയും ശ്രേയയുടെയും അക്കൗണ്ട്സ് എല്ലാം എൻഫോഴ്സ്മെന്റുകാര് മരവിപ്പിച്ചു. കാശ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഗുണ്ടകളെയും കിട്ടുന്നില്ല. ആ വിഷമത്തിലാ അവള്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ പുറകെ ഇപ്പൊ ആരെയെങ്കിലും ഒക്കെ പറഞ്ഞയച്ചേനെ. നിങ്ങളിവിടെ ഇല്ലാത്തതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഗിരിജയുടെ കാല് പിടിക്കലും കരച്ചിലും ഒന്നും കാണാനുള്ള ഭാഗ്യവും കിട്ടിയില്ല.